ഹായ് ഡിയേഴ്സ്, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? നമുക്കിന്നൊരു അടിപൊളി മാങ്ങച്ചാറിൻ്റെ റെസിപ്പി നോക്കിയാലോ? എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു മാങ്ങച്ചാറിൻ്റെ റെസിപ്പി ചെയ്യുമെന്ന്. അപ്പോൾ ഇന്നങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. നമ്മുടെ വീട്ടിലാണെങ്കിൽ ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടായി നിൽക്കുന്നുണ്ട്. കൈ എത്തിനോടത്തു നിന്ന് തന്നെ പൊട്ടിക്കാൻ പാകത്തിന് ഒരുപാട് മാങ്ങകൾ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ വൈകിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. മാങ്ങയൊക്കെ പൊട്ടിച്ച് കൊണ്ടുവന്നിട്ട് നന്നായിട്ട് അതിൻ്റെ ആ ചുണയൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ട് കഴുകി ഇതുപോലെ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് അതിലത്തെ വെള്ളമൊക്കെ തുടച്ചെടുക്കണം കേട്ടോ. വെള്ളമയം ഒട്ടും ഉണ്ടാവാൻ പാടില്ല. നമ്മളെടുക്കുന്ന പാത്രമാണെങ്കിലും ഒക്കെ നല്ല ഉണങ്ങിയ പാത്രം, കത്തി, സ്പൂണ് ഇതൊക്കെ നമ്മൾ ഉണങ്ങിയത് ഉപയോഗിക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിത് നല്ല ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കണം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ അരിഞ്ഞെടുത്തോട്ടെ. ചിലർക്ക് വലിയ പീസസ് ആക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് ചെറിയ പീസാക്കുന്നതായിരിക്കും ഇഷ്ടം. എനിക്കൊന്നും വലിയ മന്ദപ്പം പീസുകളാക്കി കട്ട് ചെയ്യുന്ന ഇഷ്ടമല്ല കേട്ടോ. എനിക്കെല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുന്നതാണ് ഇഷ്ടം. ഞാൻ മാങ്ങയും അതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഉപ്പിട്ടിളക്കി കുറച്ച് നേരം വെക്കണം. ഉപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അവരവർക്ക് എത്ര വേണോ അതിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് മൂടി വയ്ക്കാം. ഞാനിപ്പോൾ ഒരു രാവിലെ ഉപ്പിട്ട് ഇളക്കി വെച്ച മാങ്ങ ഒരു വൈകുന്നേരം ആയ സമയത്താണ് കേട്ടോ അച്ചാറിടാൻ പോണത്. അപ്പോഴേക്കും അതിൽ അത്യാവശ്യം ഉപ്പൊക്കെ പിടിച്ച് അതിൽ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ? അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അച്ചാറിടുമ്പോൾ നല്ലെണ്ണയാണ് ഉപയോഗിക്കുക. നല്ലെണ്ണയുടെ ഫ്ലേവർ എനിക്ക് ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. 3/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. പേസ്റ്റ് അല്ല, ചതച്ചത് തന്നെ ചേർത്ത് കൊടുക്കണം. അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. പച്ചമണം നല്ലോണം പോകണം. ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കാശ്മീരി മുളക് പൊടി നമ്മുടെ നോർമൽ സാധാ മുളക് പൊടി മിക്സ് ചെയ്തെടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ കടുക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. ഒന്ന് മെല്ലെ ചൂടാക്കി പൊടിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി 1/2 ടീസ്പൂൺ കായംപൊടി കൂടി ചേർത്ത് കൊടുക്കുക. പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കണം. ചെറിയ ബർണറിൽ വെച്ചാൽ മതി കേട്ടോ. ലോ ഫ്ലെയിമിൽ വെക്കണം. പൊടികൾ കരിഞ്ഞു പോകുന്ന പേടിയുണ്ടെങ്കിൽ പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് പൊടികൾ ചേർത്ത് കൊടുത്ത ശേഷം ഫ്ലെയിം ഓൺ ചെയ്യുക കേട്ടോ. പൊടികളെല്ലാം എണ്ണയിൽ കിടന്നിട്ട് ചെറിയ തീയിൽ കിടന്ന് കുറച്ച് നേരം സമയം എടുത്ത് ഒന്ന് മൊരിയിച്ചെടുക്കണം. കരിയരുത്. മൊരിഞ്ഞ് വന്ന ശേഷം മാത്രം 1/2 ടീസ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഈ ഗ്രേവിക്ക് ആവശ്യമായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഓഫ് ചെയ്ത് ഇത് ചൂടാറിയ ശേഷം മാത്രമേ ഇതിലേക്ക് നമ്മൾ മാങ്ങ ചേർത്ത് കൊടുക്കാവൂ. ചൂടാറിയ ശേഷം മാത്രം മാങ്ങ ചേർത്ത് കൊടുക്കാവൂ കേട്ടോ. അല്ലെങ്കിൽ അതൊരു വെന്ത് പോയ പോലെ ആവും മാങ്ങ. അതൊരു ടേസ്റ്റ് കുറവുണ്ടാവും. അപ്പോൾ അത് നമുക്കിങ്ങനെ കറുമുറ കടിക്കാൻ കിട്ടുന്ന വിധത്തിൽ തന്നെ കിട്ടണം. അതിനാണ് ചൂടാറിയ ശേഷം ചേർത്ത് കൊടുക്കണം എന്ന് പറയുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അച്ചാറുണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല ഗൈസ്, പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും. കണ്ടോ, നമ്മുടെ അച്ചാർ നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. മുളക് പൊടിയൊക്കെ ഒന്ന് നന്നായി മൂത്ത് കിട്ടണം. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചേർത്തത് നന്നായിട്ടൊന്ന് പച്ചമണം പോയി മൂത്ത് കിട്ടണം. അങ്ങനെ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മുടെ അച്ചാർ നല്ല അടിപൊളി ടേസ്റ്റിൽ തന്നെ കിട്ടും കേട്ടോ. ഇനി നമുക്കിത് വെള്ളമയൊന്നും ഒട്ടും ഇല്ലാത്ത ഒരു ഗ്ലാസിൻ്റെ കുപ്പിയിലാക്കിയിട്ട് സൂക്ഷിച്ച് വയ്ക്കാം. അച്ചാറിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ ചൂടാക്കി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ദിവസം കേടുവരാതിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കല്ലേ. അപ്പം ശരി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.